നമസ്കാരം. ഊർജ പ്രതിസന്ധിയെയും കാർബൺ മലിനീകരണത്തെയും മറികടക്കുന്നതിനായി ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ദേശീയ ഹൈഡ്രജൻ മിഷൻ. ഈ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധന നിറയ്ക്കൽ സ്റ്റേഷനും സ്ഥാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ ആദ്യ പൈലറ്റ് പ്രൊജക്ടുകളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഹൈഡ്രജൻ പ്ലാന്റ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധനം നിറയ്ക്കൽ സ്റ്റേഷനും പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ്. രാജ്യത്തെ മുൻനിര ഗ്രീൻ എനർജി പദ്ധതികളിലൊന്നായ ഈ ഹൈഡ്രജൻ പ്ലാന്റ് ഉടൻ കമ്മീഷൻ ചെയ്യപ്പെടും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അഥവാ സിയാലും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ VPCLും ചേർന്ന് സ്ഥാപിച്ച ഈ പ്ലാന്റിന് 1000 കിലോ വാട്ട് ശേഷിയാണുള്ളത്. പ്രാരംഭഘട്ടത്തിൽ 80 കിലോ വാട്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പൂർണ്ണമായും പുനരുപയോഗ ഊർജത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ പ്ലാന്റിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അതിനാലാണ് ഈ ഹൈഡ്രജൻ പ്ലാന്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങൾക്ക് ഊർജം പകരുന്ന ഗ്രീൻ ഹൈഡ്രജൻ ആദ്യം കൊച്ചി എയർപോർട്ടിലെ ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിക്കുന്ന മെട്രോ ഫെറികൾക്കുമാകും ലഭ്യമാക്കുക. വരും ഭാവിയിൽ ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തിയുള്ള വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഗണത്തിൽപ്പെടുന്ന ചെറുവിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വിനിയോഗപ്പെടുത്താനും പദ്ധതിയിട്ടിട്ടുണ്ട്. റൺവേയുടെ ആവശ്യമില്ലാതെ തന്നെ നേരെ മുകളിലേക്ക് പറന്നുയരാനും താഴേക്ക് ഇറങ്ങാനും കഴിയുന്ന വിമാനങ്ങളാണ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അഥവാ VTOL വിമാനങ്ങൾ. കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിലേക്ക് അതിവേഗ യാത്രാ സംവിധാനം എന്ന നിലയിൽ VTOL വിമാനങ്ങളെ ക്രമീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വരുന്നുണ്ട്. 10 പേരിൽ താഴെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഈ വിമാനങ്ങൾ കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിലേക്കുള്ള അതിവേഗ യാത്ര സുഗമമാക്കും. അവശ്യഘട്ടങ്ങളിൽ എയർ ആംബുലൻസുകളായും ഇത്തരം വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താനാകും. നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തായി സജ്ജമാക്കിയിരിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, ഇന്ധന നിറയ്ക്കൽ സ്റ്റേഷൻ എന്നിവ കൂടാതെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ മറ്റൊരു സുപ്രധാന ഹൈഡ്രജൻ പ്ലാന്റ് പദ്ധതിയും കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളും പ്രാരംഭ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അനർട്ടിന്റെ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി ഒരുക്കപ്പെടുക. സോളാർ എനർജി വിനിയോഗപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധേയമായ പദ്ധതികൾ ഇതിനകം തന്നെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ഊർജത്തിന്റെ ലോകത്തിലേക്കും ഒരു ഉറച്ച കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഈ പൈലറ്റ് പ്രൊജക്ടിലൂടെ ഇന്ത്യ. ഭാവിയിൽ ഇത്തരം ഹൈഡ്രജൻ പ്ലാന്റുകൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങൾ, കപ്പലുകൾ, വ്യവസായങ്ങൾ എന്നിവയുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഇന്ധനങ്ങളെ ആശ്രയിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിവരുന്നത്. സാമ്പത്തികമായി ചെലവേറിയതാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ പരിസ്ഥിതി സംരക്ഷണത്തിനും ഊർജ സ്വാതന്ത്ര്യത്തിനും തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും ഏറെ സഹായകരമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.